മലയാള സിനിമ താരജോഡികളായ ദിലീപും കാവ്യ മാധവനും വിവാഹിതരായി. എറണാകുളത്തെ ഹോട്ടൽ വേദാന്തയിൽ രാവിലെ 9:50 മുഹൂർത്തത്തിലായിരുന്നു താലികെട്ട്. സിനിമാ മേഖലയിൽ നിന്നുള്ള നിരവധി പേർ എത്തിയിരുന്നു. വിശദാംശങ്ങളുമായി അലക്സ് ചേരുന്നു. അലക്സ്, ചടങ്ങുകളൊക്കെ പൂർത്തിയായി കഴിഞ്ഞുവോ? താര ദമ്പതികൾ ഇപ്പോൾ എവിടെയാണ്? പ്രജീഷ്, ചടങ്ങുകളൊക്കെ പൂർത്തിയായി. ഇപ്പോൾ നടക്കുന്നത് ക്ഷണിക്കപ്പെട്ടവർക്ക് വേണ്ടി മാത്രം ഈ ഹോട്ടലിൽ ഒരുക്കിയിരിക്കുന്ന സദ്യയാണ് ഹോട്ടൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഹോട്ടലിന്റെ താഴത്തെ നില, അതായത് 7ാം നിലയിലെ ചെറിയ ഹാളിലായിരുന്നു വിവാഹ കർമ്മങ്ങൾ സജ്ജീകരിച്ചിരുന്നത്. അതിന്റെ താഴെ നിലയിൽ 3ാം നിലയിൽ ആണ് സദ്യ ഒരുക്കിയിരിക്കുന്നത്. അവിടെ മറ്റു പ്രമുഖർ, വിവാഹത്തിനെത്തിയ അടുത്ത സുഹൃത്തുക്കൾ, പ്രമുഖരടക്കം സദ്യ കഴിഞ്ഞ് ഇറങ്ങുന്നുണ്ട്. നേരത്തെ പ്രജീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ രാവിലെ 9-നും 10-നും ഇടയ്ക്ക് വിവാഹം, ദിലീപ് കാവ്യ ദമ്പതികൾ താരജോഡികളുടെ വിവാഹം നടക്കുമെന്ന വാർത്തയാണ് ആദ്യം പുറത്തെത്തുന്നത്. 8:30യോടുകൂടി ഇതറിഞ്ഞാണ് മാധ്യമങ്ങളടക്കം അവിടേക്ക് ഒഴുകിയെത്തുന്നത്. അവിടെ എത്തി പുറത്ത്, ഹോട്ടലിന്റെ പുറത്ത് തന്നെ എഴുതി വെച്ചിരുന്ന ഒരു സിനിമയുടെ ചിത്രീകരണം, ഒരു സിനിമയുടെ പൂജ മാത്രമാണ് ഉള്ളതെന്ന് എഴുതി വെച്ചിരുന്നത്. അത് തന്നെ ഈ വിവാഹത്തിന്റെ രഹസ്യ സ്വഭാവം നമുക്ക് വ്യക്തമാക്കിയിരുന്നു. ദിലീപിന്റെയും കാവ്യ മാധവന്റെയും ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ, കുടുംബാംഗങ്ങൾ, മറ്റു ബന്ധുക്കൾ മാത്രമാണ് ഈ വിവാഹത്തിൽ പങ്കെടുത്തത്. ചലച്ചിത്ര താരം മമ്മൂട്ടി, സംവിധായകരായ കമൽ, അതുപോലെ ജോഷി, സിദ്ദിഖ്, KPC ലളിത, കവിയൂർ പൊന്നമ്മ, സിദ്ധാർത്ഥ് തുടങ്ങി സിനിമാ മേഖലയിൽ നിന്നുള്ള ഒട്ടനവധി പ്രമുഖർ, പ്രത്യേകിച്ച് ദിലീപിന്റെ സുഹൃത്തുക്കളായ, കാലങ്ങളായുള്ള സുഹൃത്തുക്കളായ സലീം കുമാർ, നാദിർ ഷാ, ജോർജ് തുടങ്ങി ഏറ്റവും അടുത്ത സുഹൃത്ത് വലയത്തെ മാത്രമാണ് ഇരുവരും വിവാഹത്തിലേക്ക് ക്ഷണിച്ചിരുന്നത്. അവരെല്ലാം വിവാഹത്തിലേക്ക് എത്തി. മാത്രമല്ല, ഈ മാധ്യമങ്ങളിലൂടെ വിവാഹ വാർത്ത അറിഞ്ഞ് പല പ്രമുഖരും ഈ ഹോട്ടൽ വേദാന്തയിലേക്ക് എത്തി. കൃത്യം 9:50-ന് ദിലീപ് കാവ്യ മാധവന്റെ കഴുത്തിൽ താലി ചാർത്തി. വളരെ ലളിതമായ ഒരു ചടങ്ങാണ് നടന്നത്. മറ്റു ആഡംബരങ്ങളൊന്നും ഇല്ലായിരുന്നു. മറ്റു വാദ്യമേളങ്ങൾ പോലും വിവാഹത്തിന് ഒരുക്കിയിരുന്നില്ല. ഈ ഒരു നിലവിളക്കിന് മുന്നിൽ താലി കെട്ടിയതിനു ശേഷം പരസ്പരം അവർ ഹാരം അണിയിച്ച് വിശിഷ്ടാതിഥികൾക്ക് മുന്നിൽ ആശീർവാദം സ്വീകരിക്കുന്ന ലളിതമായ ചടങ്ങോടുകൂടി വിവാഹം അവസാനിച്ചു. അതിനുശേഷം മറ്റു പ്രമുഖരുടെ ആശീർവാദം സ്വീകരിച്ചു. മറ്റു പ്രമുഖർ വേദിയിലെത്തി അവർക്കൊപ്പം ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുകയും മറ്റും ചെയ്തു. പ്രധാനപ്പെട്ട കാര്യം, ദിലീപ് നേരത്തെ, അതായത് ഈ ഗോസിപ്പുകളടക്കം അന്തരീക്ഷത്തിൽ നിൽക്കുന്ന സമയം മുതൽ ദിലീപ് വ്യക്തമാക്കിയിരുന്ന ഒരു കാര്യമുണ്ട്. തനിക്ക് ഇങ്ങനെ ഒരു ബന്ധമില്ല എന്നടക്കം ദിലീപ് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ മഞ്ജു വാര്യറുമായി വേർപിരിഞ്ഞതിന് ശേഷം ദിലീപ് അതിലൊരു ക്ലാരിറ്റി വരുത്തിയിരുന്നു. അതായത് തന്റെ മകൾ മീനാക്ഷിയുടേതാണ്, മീനാക്ഷിയാണ് തനിക്ക് പ്രാധാന്യം, മീനാക്ഷി പറയുന്നത് പോലെയായിരിക്കും തന്റെ കാര്യങ്ങൾ നീങ്ങുന്നത്, മീനാക്ഷിക്ക് ഇഷ്ടമല്ലാത്തതൊന്നും താൻ ചെയ്യില്ല എന്നതടക്കം ദിലീപ് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ മകളുടെ സമ്മതത്തോടു കൂടിയാണ് ഒടുവിൽ ഈ ഒരു വിവാഹം മലയാളികളേറെ കാത്തിരുന്ന, അല്ലെങ്കിൽ മലയാളികളേറെ ഏറ്റവും ആകാംക്ഷയോടെ ശ്രമിച്ച ഈ ഒരു വാർത്ത അറിയുന്നത്. മകൾ ഈ കാവ്യയുടെയും ദിലീപിന്റെയും വിവാഹത്തിന് ദിലീപിന്റെ മകൾ മീനാക്ഷി സമ്മതം മൂളി. കഴിഞ്ഞ ദിവസങ്ങളായി, അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി കാവ്യ മാധവനൊപ്പം മീനാക്ഷി സമയം ചിലവഴിക്കുന്നുണ്ട് എന്നതടക്കം അവിടെ നമുക്ക് വാർത്തകൾ അല്ലെങ്കിൽ സൂചനകൾ ലഭ്യമായിരുന്നു. അങ്ങനെ മകളുടെ ഒരു സമ്മതത്തോടു കൂടിയാണ് ഈ വിവാഹം നടന്നത്. അത് ദിലീപ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, ദിലീപ് വേദിയിൽ, അല്ലെങ്കിൽ ആ കല്യാണ മണ്ഡപത്തിൽ വെച്ച് മാധ്യമങ്ങളോട് പറഞ്ഞൊരു കാര്യം, ഇത് മുൻകൂട്ടി തീരുമാനിച്ചിരുന്ന ഒന്നല്ല. മുൻകൂട്ടി ഇങ്ങനെ ഒരു കല്യാണം നടക്കും, അല്ലെങ്കിൽ കല്യാണത്തിലേക്ക് എത്തും എന്നൊന്നും തീരുമാനിച്ചത് പെട്ടെന്നെടുത്തൊരു തീരുമാനമായിരുന്നു. ഗോസിപ്പുകൾ അനവധിയാണ് തങ്ങളെപ്പറ്റി ഉയർന്നു കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഉയർന്നു കേൾക്കുന്ന സാഹചര്യത്തിൽ മറ്റൊരു ജീവിതത്തെപ്പറ്റി ഇരുവർക്കും ചിന്തിക്കാനാകാത്ത ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിലേറെ ചിന്തിച്ചതിന് ശേഷം ഏറെ പെട്ടെന്നെടുത്ത തീരുമാനം, അത് ഏറ്റവും അടുത്ത ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒപ്പം നടത്തുക, അത് മാധ്യമങ്ങൾ വഴി പുറം ലോകം അറിയിക്കുക. മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇരുവരും ഏറെ സന്തോഷത്തോടു കൂടിയാണ് നിന്നത്. പുറം ലോകം അറിയുന്നതിൽ, ആരാധകർ അറിയുന്നതിൽ തങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. അത് അവർ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇനി ഇത് ഗോസിപ്പല്ല, പുറം ലോകം അറിയണം, തങ്ങൾ ഒന്നായിരിക്കുന്നു, വിവാഹിതരായുള്ള വാർത്ത മലയാളികൾ മുഴുവൻ അറിയണം എന്നടക്കം അവർ പറഞ്ഞു. മകളും ഇത് തന്നെയാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത്. മകളും സന്തോഷവതിയാണ്, മകൾക്ക് സമ്മതമാണ്. മറ്റു ഈ ഒരു വിവാഹ ചടങ്ങിനെത്തിയ സിനിമാ പ്രവർത്തകർ, സിനിമാ പ്രമുഖർ, അതുപോലെ അവരുടെ സുഹൃത്തുക്കൾ, ഏറ്റവും അടുത്ത ബന്ധുക്കൾ, അവരെല്ലാം ഈ വിവാഹത്തിൽ സന്തുഷ്ടരുമാണ്. പ്രജീഷ്. ശരി, അലക്സാണ് വിശദാംശങ്ങൾ നൽകിയത്.